ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷനെ കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടും നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ടാരോയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. നമ്മളുടെ ഓഡിയൻസിൻ്റെ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജീസ് കളക്റ്റീവായിട്ട് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ റീഡിംഗ് എടുക്കുന്നത്. സോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ആയത് അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വരും റീഡിങ്ങുകളിൽ എനിക്ക് നിങ്ങൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്ങുകൾ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗ് നമുക്ക് ടാരോയോട് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ, നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാം. വാട്ട് ഈസ് യുവർ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ? നിങ്ങളൊന്ന് ബ്രീത്തൊക്കെ എടുത്തൊന്ന് റിലാക്സ്ഡ് ആയിരുന്നതിന് ശേഷം റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ റെസനേറ്റ് ആവാൻ പറ്റുക. നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സിറ്റുവേഷൻ എന്താണ്? വാട്ട്സ് യുവർ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ? വാട്ട്സ് യുവർ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ? നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സിറ്റുവേഷൻ എന്താണ്? Your current life situation. Your current life situation. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്? ഓക്കെ, സോ നമുക്ക് ഒന്ന് കാർഡ്സ് നോക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ നിന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില വേദനകളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങളുടെ കാർഡ് ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോർട്സ്, അതുപോലെ തന്നെ ദ മൂൺ എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് സോർട്സ്. സോ ഈ കാർഡ് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ലൈഫിൽ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ലൈഫിലൊരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്ന ഒരു സമയമായിരിക്കും. കൃത്യമായിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബ്രേക്ക് ത്രൂവിനൊക്കെ ശേഷം, നിങ്ങൾ ഒരു കയോസിനൊക്കെ ശേഷം നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെന്നെല്ലാം പുറത്ത് കടന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. ആൻഡ് നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നിങ്ങളെല്ലാ കാര്യങ്ങളും ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിൽ, ഒരു പുതിയ ആംഗിളിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു പുതിയ ആംഗിളിൽ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും യഥാർത്ഥ രീതിയിൽ, അതായത് യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കണ്ണിലൊരു ബ്ലൈൻഡ്നെസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില സത്യങ്ങൾ ഇതാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളത് സത്യം തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കൊരു തിരിച്ചറിവ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വെളിച്ചം നിങ്ങൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആൻസർ എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഐഡിയ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണിത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരു തുറന്ന വഴി കാണുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടെന്ന് പറയുന്ന ഒരു കാർഡാണിത്. നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ട്, മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റി വന്നുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം വന്നിരിക്കുന്ന ഒരു കാർഡാണിത്.
ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലൊരു തുറന്ന സംസാരം, അതായത് ഒരു ഓപ്പൺ കോൺവെർസേഷൻ, നിങ്ങൾക്ക് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ തുടങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്കവിടെ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ കൺഫ്യൂഷൻസോ പഴയ കൺഫ്യൂഷൻസോ ഒന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കില്ല. നിങ്ങൾ തമ്മിൽ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വന്ന് അതൊരു സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സൈനാണ് കാണിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊരു പോസിറ്റീവ് സൈനാണ്. ഏത് കാര്യം വന്നാലും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയിലാണെന്ന് നമ്മൾ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ വന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രെങ്തൻ ആവും എന്നുള്ളതാണ്. നിലവിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ മറ്റൊരാളോട് കൂടി ചേർന്നിട്ട് പഠിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു കാർഡ് ഒരു ടീം വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എപ്പോഴും കാണിക്കുക. അപ്പോൾ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്ത് കൂടും എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളെയും കൂടി അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതിലും വേഗത്തിൽ ആ കാര്യം അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനം എടുത്ത് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് തീർക്കാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൽസൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്നുകൂടി നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങളുടെ എഫേർട്ട്സും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. അതായത് നിങ്ങളുടെ എന്താ പറയുക, കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തെ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയേഴ്സ് ആയിരിക്കാം, നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കും. ഒക്കെ നിങ്ങളുടെ എഫേർട്ടിനെ ആളുകൾ തിരിച്ചറിയുന്നൊരു സമയമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടും. അതായത് എന്താ പറയുക, ഇതുവരെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾ ആളുകൾ തിരിച്ചറിഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ടീം വർക്കിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങളെ ആളുകൾ അതിൽ തിരിച്ചറിയും. ഓക്കെ, അങ്ങനെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ കരിയർ ആണെങ്കിലും ശരി, ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും, അതായത് ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ റിലേഷൻഷിപ്പുകളും. ഓക്കെ, നിങ്ങൾക്കൊരാളെ ഒരു വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ വ്യക്തിയുടെ പേര് മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷനുള്ള നല്ലൊരു ബന്ധം നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ മ്യൂച്വൽ എഫേർട്ട്, രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുത്തെങ്കിലായിരിക്കും ഈ ഒരു ബന്ധം നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് പരസ്പരമുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരാൾക്ക് കുറവുള്ളത് മറ്റേ ആൾ ഫില്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു ബന്ധം പോകുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തൊക്കെയോ വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങൾക്ക് റിഗ്രറ്റ്സ്, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിലായിരിക്കാം, ചെയ്യാതിരുന്ന കാര്യങ്ങളിലായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിരാശ സംഭവിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ തെറ്റായി ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങൾ വല്ലാതെ. ഓക്കെ, സോ ഈ ഒരു കാർഡ് വരുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് മിസ്റ്റേക്കിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഷാഡോയിങ് ഉണ്ട് നിങ്ങൾക്കിവിടെ. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുത്തിയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ അതൊരു കാര്യം സംഭവിച്ചു, അതങ്ങനെ സംഭവിച്ച കാര്യമാണ്. ബട്ട് നിങ്ങളിവിടെ മൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ ഒരു ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കടന്ന് മൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ബാക്ക്
എന്തോ ഒരു റീസെൻ്റ് ആയിട്ടൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഫൈനാൻഷ്യലി ആയിരിക്കാം, ഓക്കെ, സമ്പത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ജോലിയിലായിരിക്കാം, ഓക്കെ, എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു സെറ്റ് ബാക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ടൊരു ഇമോഷണൽ പെയിനിൽ കൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ അടുത്ത് തന്നെ നടന്ന ആ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു തിരിച്ചടി, ഓക്കെ, ആ ഒരു ഫെയിലർ, നിങ്ങളങ്ങനെ വിചാരിക്കുന്നു, ഒരു തോൽവി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിന് ഒരുപാട് വെയിറ്റ്, ഭാരം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരിക്കും, നിങ്ങൾക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇവിടെ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ജേണി, നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കൊരു ജേണി തന്നെയാണ് കിട്ടിയത്. നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് മാനസികമായിട്ട്. ഓക്കെ, ചിലപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മാറുന്നതിനെക്കുറിച്ചായിരിക്കും, നിങ്ങൾ സ്ഥലം മാറി താമസിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. മേ ബി അത് നിങ്ങൾക്ക് നെസസറി ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയണം. ഈ വെയിറ്റ് നിങ്ങളുടെ ലൈഫിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ആൻഡ് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാത്ത കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടെന്ന് വേണം കരുതാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഭാരം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാതെ നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനേഷനോടുകൂടി മുന്നോട്ട് പോകാനുള്ളൊരു എനർജി ഉണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു കാർഡ്, അതായത് ഈ ഒരു വിഷമത്തിൻ്റെ ആ ഒരു ഫേസ് നിങ്ങൾ കടന്നുപോയി, നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസിലേക്ക് എത്താനായിട്ട് വലിയ താമസമില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ഡിറ്റർമിനേഷനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ വളരെ ശക്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണം കരുതാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് വളരെയധികം സ്റ്റേബിൾ ആയിരിക്കണം. അതായത് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് വേണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു എനർജി നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഫോക്കസ് ആണ്. ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ മാറിപ്പോകാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ട ഹൈ എനർജിയാണ് ഇവിടെയുള്ളത്. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് ഫോക്കസോടുകൂടി, കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. ആൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതൊക്കെ ഒന്ന് മറിയാനായിട്ട് ഈ ഒരു ഫോക്കസ് മതി. ഈ ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ തീരും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ, ഓക്കെ, വിഷമങ്ങൾ മാറി ഓപ്പൺ കമ്മ്യൂണിക്കേഷനായി ആ ഒരു കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾ വളരെ ആഴത്തിൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് എന്താ പറയുക, ക്വിക്കായിട്ട് ചില ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അതായത് ചില ഇഷ്യൂസൊക്കെ നിങ്ങൾ അപ്പം തന്നെ പരിഹരിച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിൽക്കണം. അതുപോലെ എന്താ പറയുക, ഈ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ വെളിച്ചത്തിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഇത്. ഓക്കെ, സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഗോൾ ഫിക്സ് ചെയ്താൽ വളരെ ഫ്ലെക്സിബിളായിട്ട്, വളരെ ഫോക്കസോടുകൂടി, കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വഴിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചില പേടികൾ കാണും. നിങ്ങൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളൊരു കൺഫ്യൂഷൻ കാണും. നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ, മുന്നോട്ട് പോകാനുള്ള പേടി, അതോ നിങ്ങൾ ഏതായിരുന്നു ചൂസ് ചെയ്യണത്, അങ്ങനെയൊക്കെയുള്ളൊരു സമയം, അങ്ങനെ ഒരു പേടികളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും കൺഫ്യൂഷനും ഒക്കെ വരേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്കിപ്പോൾ മാറേണ്ട ഒരു ടൈമാണ്. നോർമലി നിങ്ങളൊരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കിങ്ങനെ കൺഫ്യൂഷൻസ് വരാം.
ഓക്കെ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമായിരിക്കും അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ പറയില്ലേ, ഈ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയില്ല, ഇന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കവിടെ വിജയം സുനിശ്ചിതമാണെന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കേണ്ട ഒരു സമയമാണിത്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവുമല്ലോ, ഇതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാർഡിൽ ചെറിയൊരു സ്ട്രഗ്ലിങ്, അതായത് നമ്മളുടെ ചില ഇല്യൂഷൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്താ പറയുക, ഈ ഒരു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും തോന്നാൻ, പേടി തോന്നാനും ഒക്കെ കാരണം ആകാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി തരും. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഇൻറ്റ്യൂഷനെ ബിലീവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെയും നിങ്ങളുടെ യഥാർത്ഥ സത്യം പുറത്തു വരാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പം ഏത് സിറ്റുവേഷനാണെങ്കിലും ശരി, നിങ്ങൾ ആ ഒരു കോൺവെർസേഷനിലൂടെ, ഇപ്പോൾ ഒരു കോൺവെർസേഷൻ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം, എന്ത് പ്രശ്നമാണെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചില പേടിയും ടെൻഷൻസും ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അല്ല, നിങ്ങളെക്കൊണ്ട് ഇത് പറ്റുമോ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ, നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇത് എന്താവും, അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകളൊക്കെ നിങ്ങൾക്ക് വരാം. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ചില ഡിസപ്പോയിൻമെൻറ്റ്സ്, ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അവസാനിച്ചിട്ടുണ്ടായിരിക്കും. ചില റിലേഷൻഷിപ്പുകൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അവസാനിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം ഒരുപോലെ വരില്ല. അപ്പോൾ ആ ഒരു പേടികൾ നിങ്ങൾ മാറ്റിവെച്ച് ഈ ഒരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അതായത് നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട്, ഈ ഫോക്കസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, പകുതി വഴി എത്തിയിട്ട് അപ്പുറത്തേക്ക് പോയാലോ ഇപ്പുറത്തേക്ക് പോയാലോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്കൊരു ഫോക്കസ് ഫിക്സ് ചെയ്യുക, അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള പ്രയാസങ്ങളും വേദനകളും ഒക്കെ മാറ്റി വെക്കേണ്ട ഒരു സമയം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ ഒരു ടീം വർക്കിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗോൾ വളരെയധികം പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന പുതിയ ഐഡിയാസ് അത് മുട്ടിട്ട് വരാനുള്ള സമയം നിങ്ങൾ കൊടുക്കുക. അതിനൊന്ന് ജീവൻ വെപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഫിയറും ഡിസപ്പോയിൻമെൻറ്റ്സും ഒക്കെ മാറ്റി വയ്ക്കേണ്ട ഒരു സമയമായി. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം. താങ്ക് യു.